ഭൗതികമായ കർമ്മം ചെയ്ത് ജീവിതത്തെ വിജയിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ആരെ മാതൃകയാക്കണം? ദുര്യോധനനെ മാതൃകയാക്കണം. അങ്ങനെ ഭൗതിക കർമ്മം ചെയ്ത് വലിയ വ്യവസായിയായിട്ടുള്ള ആളുകളും, ഇപ്പോൾ റോക്ക്ഫെല്ലർ, കാർണഗി, ഇവരൊക്കെ ആ തരത്തിൽ പെടുന്നവരാണ്. എണ്ണ കമ്പനിയിലെ ക്ലർക്കായിരുന്നു കാർണഗി. ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായിട്ട് അദ്ദേഹം മാറി. ഈ കർമ്മം ചെയ്യാനുള്ള അത്യുത്സാഹമാണ്, കർമ്മം ചെയ്ത് ലോകം പിടിച്ചെടുക്കുന്നതിൻ്റെ ഉദാഹരണമാണ് കാർണഗി. റോക്ക്ഫെല്ലറും അങ്ങനെ തന്നെ. എന്നിട്ട് ആ കർമ്മം ചെയ്ത് കിട്ടിയ ധനത്തിൽ നിന്നൊരു ഭാഗം അവരെന്ത് ചെയ്തു? ലോക സേവനത്തിന് വേണ്ടി നീക്കിവെച്ചു എന്നാണ് ലോകം ഭാവിക്കുന്നതും അവരുടെ ജീവിതകാരന്മാർ പറയുന്നത്. എന്തിനു വേണ്ടി ചെയ്തതാണ്? അവരുടെ യശസ്സിനെ നിത്യമാക്കുകയായിരുന്നു. അങ്ങനെ യശസ്സിനെ നിത്യമാക്കാനുള്ള ഒരു സ്വാർത്ഥത അതിൻ്റെ പിന്നിൽ ഉണ്ടെങ്കിൽ തന്നെയും അത് വലിയ ഒരു ധർമാനുഷ്ഠാനം തന്നെയാണ്.